അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ ഓർക്കുമ്പോൾ അവിടുത്തെ ജീവിതത്തെയും സാമൂഹികമായ ഇടപെടലുകളെയും കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ എമ്പാടും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബവുമായും വീടുമായും സമൂഹവുമായും ഇടപെട്ടതിൻ്റെ ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. കേവലം ഒരു വീട്ടിലെ ഭർത്താവ് എന്നതിലപ്പുറം, ഒരു പിതാവ് എന്നതിലപ്പുറം, ഒരു ഗൃഹനാഥൻ എന്നതിലപ്പുറം എല്ലാ നിലക്കും ആ ഗൃഹനാഥനായിക്കൊണ്ടും പിതാവായിക്കൊണ്ടും ഭർത്താവായിക്കൊണ്ടും ചെയ്യേണ്ട സർവ്വ ചുമതലകളും ചെയ്തു തീർക്കാൻ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതാവ് എന്ന ഒരു പ്രശസ്തി ഒരിക്കലും തടസ്സമായിരുന്നില്ല. പുതിയ കാലത്ത് നമ്മൾ ആലോചിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് അത്തരം വിഷയങ്ങളിലാണ് പലപ്പോഴും നമ്മൾ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബജീവിതത്തിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലുമ്പോൾ അത് നമ്മൾ വായിച്ചെടുക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ബീവി ആയിഷത്തു തുഹ്റ റളിയല്ലാഹു അൻഹായോട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബത്തിൽ വീട്ടിൽ എങ്ങനെയാണ്? അവിടുന്ന് പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ആടിനെ കറക്കും, അതുപോലെ ചെരുപ്പ് തുന്നും, അതേപോലെ തന്നെ എല്ലാ ജോലികളും ഞങ്ങളുടെ കൂടെ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുമായിരുന്നു. പറയുമ്പോൾ വലിയ നേതാവാണ്, ഏറ്റവും നല്ല ഭരണ മികവുള്ള നേതൃഗുണമുള്ള മഹാമനുഷിയാണ്. എന്നിട്ടും തൻ്റെ കുടുംബത്തോടൊപ്പം, ഭാര്യമാരോടൊപ്പം, മക്കളോടൊപ്പം തൻ്റെ ജോലികളിൽ വ്യാപൃതരായി കൂടെ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു നേതാവിനുണ്ടായിരിക്കേണ്ട, ഒരു കുടുംബനാഥനുണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ വിശേഷണവും ഗുണവുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നമുക്ക് വായിക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനകീയ ഇടപെടലുകൾ, സാമൂഹ്യപരമായ ഇടപെടലുകളിലെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെതായ ഇടം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അവിടുന്ന് ഒരിക്കൽ പറയുകയും ചെയ്തല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസിൽ കാണാം, ഖൈറുക്കും ഖൈറുക്കും ലിഅഹ്ലീക്കും, നിങ്ങളിൽ ഏറ്റവും ഖൈറായവർ നിങ്ങളുടെ അഹ്ലുകാരോട്, കുടുംബത്തോട് നന്മ ചെയ്യുന്നവരാണെന്ന്. ഇത് പറയാൻ അവകാശമുള്ളവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം അവിടുന്ന് കുടുംബത്തോട് അങ്ങനെയായിരുന്നു, ഭാര്യമാരോട് അങ്ങനെയായിരുന്നു. അതുകൊണ്ട് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൂടുതൽ പ്രകീർത്തിക്കാൻ നമ്മൾ സമയം കണ്ടെത്തുന്ന ഈ റബീഉൽ അവ്വലിൽ ഇത്തരം നന്മകളെ കേൾക്കാനും ജീവിതത്തിൽ പകർത്താനും നമുക്കായാൽ നമ്മുടെ ജീവിതം സാർത്ഥകമാകും. അള്ളാഹു തുണ നൽകുമാറാവട്ടെ, അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.